പോക്കോയുടെ പോക്കോ X3 GT എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ട് വളരെ നല്ലൊരു പ്രൈസിങ്ങിലാണ് പോക്കോ X3 GT എന്ന ഫോൺ വരുന്നത്. പക്ഷേ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X3 GT എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ X3 GTയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടില്ല, IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടെങ്കിലും പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 193 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ dimensity 1100 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. പ്രത്യേകിച്ച് 22,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് വളരെ നല്ലൊരു പ്രോസസ്സർ എന്ന് തന്നെ പറയാവുന്നതാണ്. മീഡിയാടെക് dimensity 1200 എന്ന പ്രോസസ്സറിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് ഈ ഒരു പ്രോസസ്സർ. ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഫോണിൽ വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 11 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. മൂന്നാമത് 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 10 Pro 5G എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. എന്നാലും ഈ ഫോൺ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ മ്യാൻമാറിൽ ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം 22,800 രൂപയാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് $299 ആണ്. അതായത് ഏകദേശം 22,200 രൂപ. പിന്നെ വിയറ്റ്നാമിൽ ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം 25,800 രൂപയാണ്. പിന്നെ ഇന്ത്യൻ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 22,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വന്നേക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുജ് ശർമ്മ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോക്കോ F3 GT എന്ന ഫോണും കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് കൺഫ്യൂഷൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതായത് പോക്കോ F3 GT എന്ന ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ലോഞ്ച് ചെയ്യില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പം പ്ലാൻ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ ചിലപ്പോഴേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുള്ളൂ. എന്തായാലും നമ്മൾ ഈ ഫോണിനെ പറ്റിയിട്ട് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസിങ്ങിൽ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.